നമസ്കാരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ അധികൃതർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കത്തുന്ന വേനൽച്ചൂടിനെ പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സ്ഫോടനത്തിന്റെ തീവ്രത ചൂണ്ടിക്കാട്ടുന്നത് നിയമലംഘനങ്ങളിലേക്കാണ്. അപകട കാരണത്തെക്കുറിച്ചും കാണാതായവരുടെ കൃത്യമായ എണ്ണത്തെക്കുറിച്ചും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ മാത്രമേ മുണ്ടത്തിക്കോട്ടെ യഥാർത്ഥ വില്ലൻ ആരെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. വെടിക്കെട്ട് അപകടങ്ങളിൽ മിക്കപ്പോഴും വില്ലനാകുന്നത് നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്. പൊട്ടിത്തെറിയുടെ ശബ്ദവും വെളിച്ചവും അമിതമായി വർദ്ധിപ്പിക്കാൻ സുരക്ഷിതമായ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർക്കാറുണ്ട്. ഇത് സൾഫറുമായി ചേർന്നാൽ മിശ്രിതം അതിവേഗം പ്രതികരിക്കുകയും ചെറിയൊരു അശ്രദ്ധ പോലും വൻ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും. 1992 തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ രാസവസ്തു വെടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഫോറൻസിക് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വെടിക്കെട്ട് നിർമ്മാണശാലകൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ മുണ്ടത്തിക്കോട് കാറ്റിൽ പറത്തിയെന്ന സംശയം ബലപ്പെടുകയാണ്. ചട്ടപ്രകാരം വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതും കൂട്ടിയോജിപ്പിക്കുന്നതുമായ ഷെഡുകൾ തമ്മിൽ കുറഞ്ഞത് 18 മീറ്റർ അകലം പാലിക്കണം. ഒരു ഷെഡിൽ ഉണ്ടാകുന്ന അപകടം മറ്റൊന്നിലേക്ക് പടരാതിരിക്കാനാണ് ഈ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ പലയിടത്തും സ്ഥലപരിമിതി മൂലം ഈ അകലം പാലിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്സിംഗ് ഷെഡുകളിലെ ആൾക്കൂട്ടമാണ് മറ്റൊരു നിയമലംഘനം. ഒരു സമയത്ത് 2 പേരിൽ കൂടുതൽ മിക്സിംഗ് ഷെഡിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നാണ് ചട്ടം. എന്നാൽ മുണ്ടത്തിക്കോട്ടെ അപകട സമയത്ത് 5-ലധികം പേർ ഒരേ ഷെഡിൽ ഉണ്ടായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. കൂട്ടം കൂടിയിരുന്ന് വെടിമരുന്ന് മിശ്രിതം തയ്യാറാക്കുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. നിയമങ്ങൾ കടലാസിലൊതുങ്ങുമ്പോൾ കത്തിയമരുന്ന തൊഴിലാളികളുടെ ജീവനാണ്. സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണോ അതോ രാസവസ്തുക്കളുടെ അശാസ്ത്രീയമായ സംഭരണമാണോ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. നിരോധിത വസ്തുക്കൾ ഏതെങ്കിലും മാർഗത്തിലൂടെ നിർമ്മാണശാലയിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എക്സ്പ്ലോസീവ് വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സാധാരണ വെടിമരുന്ന് മിശ്രിതത്തിൽ സൾഫറും ചാർക്കോളും പൊട്ടാസ്യം നൈട്രേറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇളവ് നൽകാത്ത പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അതിഭീകരമാണ്. തീപ്പെട്ടി കമ്പനികൾ വഴിയോ മറ്റോ ഇത്തരം വസ്തുക്കൾ നിയമവിരുദ്ധമായി ശേഖരിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ലാഭക്കൊതിക്ക് വേണ്ടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ബലികഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തിയാണ് മുണ്ടത്തിക്കോട് കണ്ടത്. കാണാതായവരുടെ എണ്ണത്തിൽ വ്യക്തതയില്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സൈറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ കൃത്യമായ പട്ടികയില്ല എന്നത് ഗൗരവകരമായ വീഴ്ചയാണ്. കണ്ടെടുത്ത 32 മനുഷ്യ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിലൂടെ മാത്രമേ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകൂ. ചിതറിത്തെറിച്ച മാംസഭാഗങ്ങൾ പല മൃതദേഹങ്ങളുടേതാണോ അതോ ഒരാളുടെ തന്നെയാണോ തിരിച്ചറിയുക ദുഷ്കരം. ചൂടിനെ മാത്രം കുറ്റം പറഞ്ഞാൽ കാര്യമില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തെ താപനില വർദ്ധിക്കുന്നത് വെടിമരുന്നിന്റെ സ്വഭാവത്തിൽ നേരിയ മാറ്റങ്ങൾ വരുത്താമെങ്കിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള നിർമ്മാണശാലകളിൽ ഇത് വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകാറില്ല. മറിച്ച് വെടിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉരസലോ അശ്രദ്ധയാണ് പലപ്പോഴും ഇത്തരം തീഗോളങ്ങൾക്ക് പിന്നിൽ എന്നതും യാഥാർത്ഥ്യമാണ്.